അങ്ങനെ ഞങ്ങൾ ദർശുവിൻ്റെ അരങ്ങേറ്റത്തിനായി മൂകാംബിക ക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപത്തിലെത്തി. ഗുരുവായ ശ്രീ ജയചന്ദ്രൻ മാഷിന് ദക്ഷിണ സമർപ്പിച്ചതിന് ശേഷം എല്ലാവരും സരസ്വതി മണ്ഡപത്തിലിരുന്ന് പാടാൻ റെഡിയായി. സരസ്വതി മണ്ഡപത്തിൽ മറ്റു കുട്ടികളോടൊപ്പം ദർശവുമിരുന്നു പാടാൻ തുടങ്ങി. ആ നിമിഷം ഞാൻ ദർശുവിനെ മാത്രം നോക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ ശ്വാസം പിടിച്ചിരിക്കുകയായിരുന്നു. എന്താകുമെന്നറിയാതെ, എങ്ങനെ ആകുമെന്നറിയാതെ. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വളരെ കാമായി, വളരെ നാച്ചുറലായി അവൻ പാടാൻ തുടങ്ങി. അവന് കീർത്തനങ്ങളെല്ലാം മുഴുവനായിട്ട് അറിയില്ല. പക്ഷേ അവനറിയാവുന്നത്ര, അവന് കഴിയാവുന്നതിൻ്റെ മാക്സിമത്തിൽ അവൻ ഒറ്റയ്ക്ക് പാടേണ്ടുന്ന ടേൺ വന്നപ്പോൾ അവൻ്റെ ഏറ്റവും നല്ല രീതിയിലാണ് അവൻ പാടിയത്. ആ നിമിഷം എനിക്ക് എന്താണ് ഫീൽ ചെയ്തതെന്ന് എനിക്ക് വാക്കുകളിൽ പറയാൻ പറ്റുന്നില്ല. എനിക്ക് റിലീഫാണോ, ഗ്രാറ്റിറ്റ്യൂഡാണോ, എന്താണ് എനിക്കുണ്ടായിരുന്ന ഫീലിംഗ് എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ആ നിമിഷം എനിക്ക് തോന്നിയത് ഒരൊറ്റ കാര്യമാണ്: ദേവി തന്നെയാണ് അവനെ വിളിച്ചത്. അല്ലെങ്കിൽ ഈ ആഗ്രഹം അവൻ്റെ ഉള്ളിൽ വരുമായിരുന്നില്ല. ഒരു കാലത്ത് ഒരു വാക്കുപോലും പറയാതിരുന്നൊരു കുട്ടി ഇന്ന് മൂകാംബിക ദേവിയുടെ സന്നിധിയിലിരുന്ന് പാടുകയാണ്. ആ നിമിഷം എനിക്ക് കണ്ണു നിറയാതിരിക്കാനായില്ല. അവൻ തൻ്റെ ഹൃദയത്തിൽ നിന്ന് ദേവിക്ക് സമർപ്പിച്ചത് ദേവി തീർച്ചയായും സ്വീകരിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.